പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ കൃഷി നല്ല ഉഷാറായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മണ്ണിൽ ജൈവാംശം നല്ല രീതിയിൽ ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. കാരണം നമ്മൾ മണ്ണിൽ ജൈവവളം കൊടുത്താൽ അത് ചെടി വലിച്ചെടുക്കുന്നുണ്ടെങ്കിൽ മണ്ണിൽ ജൈവാംശം ഉണ്ടാവും, സൂക്ഷ്മ ജീവാണുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ കാണാന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ വെള്ളം ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്ന് പറയാൻ വേണ്ടി പോകുന്നത്, എൻ്റെ വീഡിയോ കാണുന്ന ഒന്നിലധികം സുഹൃത്തുക്കൾ ഇങ്ങനെ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ബ്ലീച്ച് ചെയ്തിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, വെച്ചാൽ നമ്മൾ ഈ കോർപ്പറേഷനിൽ ഇവിടെയൊക്കെ ആയിരിക്കും ഈ ബ്ലീച്ച് ചെയ്തിട്ടുള്ള വെള്ളം വരും, പൈപ്പ് കണക്ഷനിൽ വരുന്നത്. അപ്പോൾ ഈ വെള്ളം ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഈ വെള്ളം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ മണ്ണിൽ ജൈവാംശം ഉണ്ടാവുമോ? ഈ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ മറ്റു സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ളത്, നമ്മൾ കുഴിച്ചെടുത്ത മണ്ണുണ്ടല്ലോ, അടിമണ്ണായിട്ട് വരുന്നത്, ഈ മണ്ണിൽ നമ്മൾ കൃഷി ചെയ്താൽ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ള കാര്യം. അപ്പോൾ ആ കാര്യം ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയാ വെച്ചാൽ നമ്മൾ ബ്ലീച്ച് ചെയ്തിട്ടുള്ള വെള്ളം, അത് വെച്ചാൽ നമ്മൾ ക്ലോറിൻ അടങ്ങിയിട്ടുള്ള വെള്ളം നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ്. അപ്പോൾ ഇങ്ങനെ പൈപ്പ് കണക്ഷനിലൂടെ വരുന്ന നമ്മൾ ക്ലോറിൻ അടങ്ങിയിട്ടുള്ള വെള്ളം, അതിൽ ക്ലോറിൻ്റെ അംശം എന്ന് പറഞ്ഞാൽ ഒരു 48 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ അതിൻ്റെ അംശം ഉണ്ടാവില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ ഇതിന് മുന്നേ കൃഷി ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ തറവാട് കിടക്കുന്ന കോഴിക്കോട് ടൗണിൽ തന്നെയാണ്. അപ്പോൾ അവിടെയൊക്കെ പൈപ്പ് കണക്ഷൻ വെള്ളമാണ്. അപ്പോൾ അതിൽ ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. അതിൽ കുഴപ്പം എനിക്ക് വലിയ ദോഷമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാനൊരു 48 മണിക്കൂറൊക്കെ വെള്ളം പിടിച്ചു വെച്ചിട്ട് അങ്ങനെയാണ് ഞാൻ കൃഷിയിൽ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് വെള്ളം വരുമ്പോൾ തന്നെ ഇവർ ഇപ്പോൾ ക്ലോറിൻ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അത് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് നമുക്ക് ജനങ്ങളിലേക്ക് അത് എത്തിക്കുകയുള്ളൂ. അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു എഫക്റ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സ്മെല്ലുണ്ടാവും വെള്ളത്തിന് ചെറുങ്ങനെ. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഒരു വലിയ ഡ്രമ്മോ അല്ലെങ്കിൽ വലിയ ടാങ്കോ ഒക്കെ കെട്ടി വെച്ചിട്ട് അതിലേക്ക് വെള്ളം സ്റ്റോർ ചെയ്തിട്ട് പിന്നീട് അത് കൃഷിയിൽ ഉപയോഗിക്കുന്ന രൂപത്തിലേക്ക് ആക്കാം. പിന്നെ സൂക്ഷ്മജീവാണുക്കളൊക്കെ ചത്തുപോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ചെയ്താൽ എനിക്ക് വലിയ ദോഷമൊന്നും പറ്റിയിട്ടില്ല. ഒരുപാട് പേര് ഈ വെള്ളത്തിൽ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആലപ്പുഴ ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അധികം ആൾക്കാരും ഇതേപോലെ വെള്ളത്തിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. അവരൊക്കെ നല്ല രീതിയിൽ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 ദിവസം സ്റ്റോക്ക് ചെയ്ത വെള്ളത്തിലൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ മണ്ണിലെ സൂക്ഷ്മജീവാണുക്കൾ നശിച്ചു പോകുമെന്ന് വെച്ചാൽ അതിന് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല. കാരണം എന്താ വെച്ചാൽ അതിൽ ചെറിയ അംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നശിച്ചു പോവാം. അപ്പോൾ അങ്ങനെ നമുക്ക് കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ പിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മൾ കൃഷി നല്ല ഉഷാറായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ മണ്ണിൽ ജൈവാംശം നല്ല രീതിയിൽ ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. കാരണം നമ്മൾ മണ്ണിൽ ജൈവവളം കൊടുത്താൽ അത് ചെടി വലിച്ചെടുക്കുന്നുണ്ടെങ്കിൽ മണ്ണിൽ ജൈവാംശം ഉണ്ടാവും, സൂക്ഷ്മ ജീവാണുക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ കാണാന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ വെള്ളം ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്ലോറിൻ അടങ്ങിയ വെള്ളം 2 ദിവസം സ്റ്റോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് ചോദിച്ചിട്ടുള്ളതാണ് നമ്മളെ ഈ മണ്ണുണ്ടല്ലോ, അടിമണ്ണ്. അത് ചിലപ്പോൾ അധികം ആൾക്കാർ വീട് വെക്കുമ്പോഴൊക്കെ, ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അത് നമ്മൾ വീട് വെക്കുമ്പോഴൊക്കെ മണ്ണ് കൊണ്ടുപോയി തട്ടല്ല, അതൊക്കെ അടിമണ്ണാലും ഉണ്ടാവുക. ഈ അടിമണ്ണിൽ നമ്മൾ കൃഷി ചെയ്താൽ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റുമോ? അതേപോലെ തന്നെ എന്തെങ്കിലും ദോഷമുണ്ടോ, അതിൽ പോഷക ഗുണങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ മേൽമണ്ണിലാണ് നമ്മളിവിടെ പോഷക ഗുണങ്ങളുള്ളത്. അപ്പോൾ അടിമണ്ണിൽ ഒരു കാരണവശാലും പോഷക ഗുണങ്ങൾ ഉണ്ടാവില്ല. ചില മൂലകങ്ങളോ സൂക്ഷ്മ മൂലകങ്ങളോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പകരം നമുക്ക് ദോഷം ചെയ്യുന്ന പല മൂലകങ്ങളും ചിലപ്പോൾ അടിമണ്ണിൽ ഉണ്ട് എന്നാണ് കണ്ടെത്തൽ കേട്ടോ. അപ്പോൾ ആ മണ്ണിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് ജൈവാംശം ആക്കി കൊണ്ടുവരണം. അല്ലാതെ നമ്മൾ കൃഷി ചെയ്താൽ, നമ്മളിപ്പോൾ ചെടി നട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ പലരും പറഞ്ഞാൽ എനിക്ക് ഫോട്ടോ അയച്ച് കാണിച്ചു വീട് പണിയൊക്കെ ആയിരുന്നു, മുറ്റൊക്കെ റെഡിയാക്കി ചെടി നട്ട്, പക്ഷെ എല്ലാ വളം കൊടുക്കുന്നുണ്ട്, പക്ഷെ ഒരു ഗുണമില്ല. ചെടിയിൽ ഓരോ ഡെഫിഷ്യൻസി കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഓരോ മൂലകത്തിൻ്റെ ഡെഫിഷ്യൻസി, സൂക്ഷ്മ മൂലകത്തിനാണെങ്കിലും പ്രധാന മൂലകത്തിനാണ് അതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി കാണിച്ചുകൊണ്ടിരിക്കും. അതെന്താ വെച്ചാൽ മണ്ണിൽ തീരെ ജൈവാംശം ഇല്ലാത്തത് കൊണ്ടാണ്. അതിൽ ആവശ്യമില്ല, ചെടികൾക്ക് ആവശ്യമില്ലാത്ത പല മൂലകങ്ങളും അതിലുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ അതിൽ നല്ല രീതിയിൽ ജൈവാംശം ഉണ്ടാക്കി കൊണ്ടുവരണം. അതുവരെ നമ്മൾ ഡെഫിഷ്യൻസി വരാതിരിക്കുക ഫോളിയറായിട്ട് നമ്മൾ വളങ്ങൾ കൊടുക്കും വേണം. അപ്പോൾ നമ്മൾ ഒരു വർഷത്തിനടുത്തൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ജൈവവളങ്ങൾ കൊടുത്ത് റെഡിയാക്കി കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ജൈവാംശം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ പക്ക നമുക്ക് ജൈവാംശത്തിൽ അയച്ച സൂക്ഷ്മ ജീവാണുക്കളും അതേപോലെ കറക്റ്റ് മൂലകങ്ങളും സൂക്ഷ്മ മൂലങ്ങളൊക്കെ അടങ്ങിയ ഒരു മണ്ണ് അതാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഒരു 3-4 വർഷമെങ്കിലും നമ്മൾ എടുക്കും കേട്ടോ. അത് കറക്റ്റായിട്ട് നമ്മൾ ജൈവ വളങ്ങൾ കൊടുത്തു പോന്നാൽ മാത്രമേ അങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോഴാണ് നമ്മൾ ചെടിയൊക്കെ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിടിച്ച് ഇവരിങ്ങനെ ഡെഫിഷ്യൻസി ഒന്നും കാണിക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ മണ്ണിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ അതിൽ കറക്റ്റായിട്ട് ജൈവ വളങ്ങൾ നമ്മൾ കൊടുക്കുക. അതിന് നമ്മൾ കമ്പോസ്റ്റ് വളങ്ങളായിട്ടോ അല്ലെങ്കിൽ ജൈവ സ്ലറികളായിട്ടോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മണ്ണിൽ കൊടുത്തുകൊണ്ടിരിക്കുക. അതേപോലെ മണ്ണിൽ നമ്മൾ ജൈവ രൂപത്തിലും കൊടുക്കുക, ഇലകളിൽ ഫോളിയർ ആയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. രാസവളങ്ങൾ NPK 10 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം.
കൊടുക്കാം. അതേപോലെ ഒരു 10 ദിവസത്തെ ഗ്യാപ്പിലൊക്കെ നമുക്ക് കൊടുക്കാം. അതേപോലെ മൈക്രോ ന്യൂട്രിയൻസ്, കാരണം സൂക്ഷ്മമൂലങ്ങളൊന്നും മണ്ണിലുണ്ടാവില്ലല്ലോ. അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസും നമുക്ക് ഇതേപോലെ തന്നെ ഒരു 15 ദിവസത്തെ ഗ്യാപ്പിലൊക്കെ 2 ഗ്രാം എടുത്തിട്ട് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്ത് നമുക്ക് കൃഷി വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്